ശരീരത്തിൽ വാക്സ് പുരട്ടി നീന്തൽ കണ്ണട വെച്ച് 34 കിലോമീറ്റർ നീളമുള്ള ഇംഗ്ലീഷ് ചാനൽ കീഴടക്കാൻ അവൾ തയ്യാറെടുത്തു. ഏകദേശം 15 മണിക്കൂർ വേണ്ടിവരുന്ന കരയൊന്നും കാണാത്ത ആ യാത്ര അവളുടെ ഇച്ഛാശക്തിയുടെ പരീക്ഷണം കൂടിയായിരുന്നു. കരയിൽ തടിച്ചുകൂടിയ മാധ്യമങ്ങളും കാണികളും ആകാംക്ഷയോടെ അവളെ നോക്കിനിന്നു. ഒരു സപ്പോർട്ട് ബോട്ട് അവൾക്ക് വഴികാട്ടിയായി ഒപ്പമുണ്ടായിരുന്നു. യാത്രയുടെ തുടക്കം സുഗമമായിരുന്നെങ്കിലും പെട്ടെന്ന് കടൽ ചുവപ്പായി മാറി. മുന്നിൽ ആയിരക്കണക്കിന് ജെല്ലിഫിഷുകൾ. അവയുടെ കുത്തേറ്റപ്പോൾ അവളുടെ ദേഹമാസകലം നീറിപ്പുകഞ്ഞു. വേദന സഹിക്കാനാവാത്തതായിരുന്നു. എന്നിട്ടും അവൾ പിന്തിരിഞ്ഞില്ല. ആ തീവ്രവേദനയെ അതിജീവിച്ച് അവൾ മുന്നോട്ട് നീന്തി. 9 മണിക്കൂറുകൾക്ക് ശേഷം അവൾ അല്പം വിശ്രമിക്കാനായി മലർന്നു കിടന്നു. അപ്പോഴേക്കും കട്ടിയുള്ള മൂടൽമഞ്ഞ് പരന്നു. വഴികാട്ടിയായിരുന്ന സപ്പോർട്ട് ബോട്ട് കാഴ്ചയിൽ നിന്ന് മറഞ്ഞു. ഇനി ആശ്രയിക്കാൻ സ്വന്തം ഇച്ഛാശക്തിയും ധൈര്യവും മാത്രം. വഴി തെറ്റിയിട്ടും അവൾ നീന്തുന്നത് തുടർന്നു. കരയിലുള്ളവർക്ക് അവൾക്ക് വഴിതെറ്റിയെന്ന് മനസ്സിലായപ്പോൾ അവർ തീരത്തുടനീളം വലിയ തീയിട്ടു. വഴി കാണാതെ തളർന്നു വീഴാറായ ആ നിമിഷം മൂടൽമഞ്ഞിലൂടെ ഒരു നേരിയ വെളിച്ചം അവൾ കണ്ടു. അതവൾക്ക് പുതിയ പ്രതീക്ഷ നൽകി. അവസാനത്തെ ശക്തിയും സംഭരിച്ച് അവൾ വീണ്ടും നീന്താൻ തുടങ്ങി. 14 മണിക്കൂറും 34 മിനിറ്റും നീണ്ട പോരാട്ടത്തിനൊടുവിൽ അവൾ ലക്ഷ്യത്തിലെത്തി. അവൾ കുറിച്ച സമയം പുരുഷന്മാരുടെ മുൻപത്തെ റെക്കോർഡിനേക്കാൾ 2 മണിക്കൂറിലധികം വേഗത്തിലായിരുന്നു. ഈ വിജയം അവളുടേത് മാത്രമായിരുന്നില്ല, എല്ലാ സ്ത്രീകളുടെയും കഴിവുകൾക്ക് അവൾ നൽകിയ മറുപടി കൂടിയായിരുന്നു.